Next is a question, this one. Linear transformation defined by a matrix. Define a function t from R2 to R3. Define like this. So, define R3 as t of v is equal to AB minus 1 minus 2. V is V1, V2 because R2 to R3. The function is defined from R2 to R3. So, find t of v when v is equal. First question is find t of v when v is equal to 2 minus 1. Okay. And also show that t is a linear transformation from R2 into R3. ഇതും പ്രൂവ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ടി ഓഫ് വി ആസ് എ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഓഫ് വിനെ നമുക്ക് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു ഇങ്ങനെ തന്നെ എഴുതാം 3 0. ഈ രണ്ട് പ്രോഡക്റ്റ് എടുത്ത് എന്ത് വരും? 3v1 plus 0. Next 2v1 plus v2. Then minus v1 minus 2v2 അല്ലേ പ്രോഡക്റ്റ് എടുത്താൽ. അത് ഈ രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് വിന് പകരം 2 minus 1 കൊടുത്താലോ ഇതെന്തായിട്ട് മാറും? 3v1 എന്നുള്ളത് ദിസ് ഇസ് v1 ദിസ് ഇസ് v2. അപ്പോൾ 6 2v1. അപ്പോൾ 2 into 2 plus minus 1 4 minus 1 3 ആയി. നെക്സ്റ്റ് എന്താ? മൈനസ് വി വൺ അല്ലേ. അപ്പോൾ മൈനസ് ടു ഇൻറ്റു മൈനസ് 1 അതായത് -2 + 2 ആവും 0. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ഓഫ് വി ഇങ്ങനെ കിട്ടി. ഇത്രേ ഉള്ളൂ. ഫൈൻ ടി ഓഫ് വി വെൻ ദിസ് വൺ. ഷോ ദാറ്റ് t is a linear transformation from R2 to R3 എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വൺ ടു പ്രൂവ് ദാറ്റ് t is a linear transformation. അപ്പോൾ അതിന് വേണ്ടി linear transformation പ്രോപ്പർട്ടി എന്താ? t of u plus v is equal to t of u plus t of v വരണം. ആൻഡ് ഓൾസോ t of cv is equal to c into t of v എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ t of u plus v എടുക്കാം. t of u plus v എന്തായിരിക്കും? t of u1 plus v1, അതായത് u ഒരു വെക്ടർ നമുക്ക് u1 u2 എന്ന് എടുക്കാം. v എന്ന വെക്ടർ v1 v2 എന്ന് എടുക്കാം. R2 നിന്ന് R3ലോട്ടല്ലേ. അപ്പം R2 2 അതും എഴുതണം. t is from R2 to R3. അപ്പം നമ്മൾ എടുക്കുന്നത് ഡൊമൈൻ വന്നിട്ട് R2 ആണ്. സോ രണ്ട് കമ്പോണൻസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതിന്റെ സം എടുക്കുമ്പോൾ u1 plus v1 കിട്ടുമല്ലോ. u2 plus v2 വരും സെക്കൻഡ് വൺ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ദിസ് വൺ ഇസ് നമുക്കൊരു കമ്പോണന്റ്, ഇത് സെക്കൻഡ് കമ്പോണന്റ്. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഓഫ് യുവിൻ്റെ വിൻ്റെ ഡെഫിനിഷൻ എന്താ? 3v1 അല്ലേ. 3v1 ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. 3v1 ദെൻ 2v1 plus v2 minus v1 plus 2v2. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? v1 u1 plus v1 അതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ എന്ത് വരും? 3 into u1 plus v1. സെക്കൻഡ് വൺ ട്വൈസ് ഫസ്റ്റ് വൺ 2 into u1 plus v1. 2 into v1 അല്ല, ഇത് ഫസ്റ്റ് കമ്പോണന്റ് നമുക്ക് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്ക് ഇതായിട്ട് വരുന്നു. അപ്പം 2 into u1 plus v1 പ്ലസ് അടുത്ത ആരാ? v2. v2 എന്ന് പറയുന്ന ആരാ? രണ്ടാമത്തെ ആള് u2 plus v2. ഇനി മൂന്നാമത്തേത് മൈനസ് v1, അതായത് മൈനസ് ഫസ്റ്റ് വൺ മൈനസ് ഓഫ് u1 plus v1 minus 2 into സെക്കൻഡ് വൺ u2 plus v2. ഇതെടുത്താലോ ഇത് വരും 3u1 plus 3v1 അല്ലേ. ദെൻ അടുത്ത 2u1 plus 2v1 plus u1 plus v2. അടുത്ത മൈനസ് u1 മൈനസ് v1 മൈനസ് 2u2 മൈനസ് 2v2 എന്ന് വരും. ഇനി ഇതിന് നമുക്ക് രണ്ടായിട്ട് എഴുതണം. അങ്ങനെയാണല്ലോ പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ 3u1 ഒരെണ്ണം, u വേറെ v വേറെ, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് സം ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സം ഓഫ് ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ടു വെക്ടേഴ്സ്.
അതുപോലെ രണ്ടാമത്തെ ഇവിടെ 3v1 കൊടുക്കാം. ഇവിടെ എന്തെടുക്കാം? 2u1 ഇവിടെ എഴുതാം, പ്ലസ് u1 ഇവിടെ എഴുതാം. ഇവിടെ നമുക്ക് 2v1 പ്ലസ് v2 എന്ന് എഴുതാം. അടുത്ത ആരാ? മൈനസ് u1 മൈനസ് 2u2 എന്ന് എഴുതാം. ഇത് മൈനസ് v1 മൈനസ് 2v2 എന്ന് എഴുതാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയോ? ചെക്ക് ചെയ്യാം. വാട്ട് ഇസ് ടി ഓഫ് യു? ടി ഓഫ് യു എന്ന് വെച്ചാൽ ഇതിൽ u1 u2 വരുന്നതാണ് ടി ഓഫ് യു. സെയിം ആയല്ലോ. ഓക്കെ, സോ ആ കണ്ടീഷൻ ഓക്കെ ആയി. സെക്കൻഡ് വൺ ടി ഓഫ് സി വി നമുക്ക് എടുക്കണം. അപ്പൊ സി വി എന്ത് വരും? സി ഇൻറ്റു വി വൺ വി ടു വരും. ഇത് വി വെക്ടർ ആണ് കേട്ടോ. വി വെക്ടർ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് എഴുതാം. അപ്പൊ സി വി വൺ സി വി ടു രണ്ട് കമ്പോണൻസ് ആയിട്ട് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഡെഫിനിഷൻ 3 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ 3 ഇൻറ്റു ആദ്യത്തത് സി വി വൺ 2c v1 പ്ലസ് v2 2c ഇവിടെയും ഒരു c വരും അല്ലേ? c v2 വരും. അടുത്ത എന്താ? മൈനസ് u1, അതായത് മൈനസ് നമ്മുടെ ഫസ്റ്റ് വൺ സി വി വൺ മൈനസ് 2 സി വി ടു വരും. ഓക്കെ, രണ്ട് നെഗറ്റീവ് ടേം. ഇനി നമുക്ക് ഇതിൽ നിന്ന് സി പുറത്തേക്കാം. അപ്പൊ വെക്ടർ എന്താവും? 3v1 2v1 പ്ലസ് v2, അടുത്തത് മൈനസ് v1 മൈനസ് 2v2 ആയി. ആണ് സി ഇൻറ്റു ടി ഓഫ് വി എന്ന് പറയുന്നത്. ഓക്കെ, therefore it is a linear transformation. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? this one is a linear, show that T is a linear transformation from R2 into R3. ഓക്കെ അല്ലേ? നമുക്ക് ടെക്സ്റ്റിനകത്ത് നോക്കാം. ഉണ്ട്. ഫൈൻഡ് വെദർ ദീസ് ആർ ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ചെക്ക് ചെയ്യണം. പിന്നെന്താ നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, ഈ പ്രോബ്ലത്തിൽ എന്താ ചെയ്തേ? ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ ഓഫ് വി എന്നൊരു ഫോം കൊണ്ടുവന്നു അല്ലേ? ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്നൊരു ഫോം കൊണ്ടുവന്നു. അതായത് ഇത് ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു എ ഒരു കോയിഫിഷ്യന്റ് മെട്രിക്സ്, വി വെക്ടർ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ആണ് എ വി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സ് ആണ് എ വി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ഒരു പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തൊരു തിയറം എന്ന് പറയുന്നത്, let A be an m by n matrix, then the function t defined by t of v is equal to a into v. Okay, ഇത് അതായത് ഇവിടെ നമുക്കൊരു വെക്ടർ സ്പേസ് v ടു അനദർ വെക്ടർ സ്പേസ് w. ഇതിനകത്തൊരു v ഉണ്ടെങ്കിൽ ആ വിന്റെ ഇമേജ് എന്തായിട്ടാണ് പോകുന്നത്? a into v, ഒരു പ്രോഡക്റ്റ്, ഒരു മെട്രിക്സും ആ വിന്റെ പ്രോഡക്റ്റും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് w എലമെന്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം w എലമെന്റിനെ. This is a linear transformation. It is again a linear transformation. അത് നമ്മൾ പ്രീവിയസ് നേരത്തെ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്താണ്. കണ്ടോ? ഇതിൽ നമ്മൾ ഷോ ദാറ്റ് T is a linear transformation നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ is a linear transformation from, അപ്പോൾ linear transformation from where to where? V വെക്ടർ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? Rnലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? A ഒരു m by n മെട്രിക്സ് എ വി, എ ഇൻറ്റു വി, എ ഒരു m by n മെട്രിക്സ് വി നമ്മൾ Rnൽ സെലക്ട് ചെയ്യുമ്പം അതിൽ എലമെന്റ്സ് n കമ്പോണൻസ് ഉണ്ടാവും, ഒരൊറ്റ കോളം. എപ്പോഴും നമ്മൾ വെക്ടേഴ്സ് കോളം വെക്ടേഴ്സ് ആയിട്ടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് m by 1 ആണ്. അതായത് നമുക്ക് കിട്ടുന്നത് m കമ്പോണൻസ് ഉള്ള ഒരു കോളം. അതായത് ദിസ് ബിലോങ് ടു Rn. സോ എ ഒരു m by n മെട്രിക്സ്,
T of V is equal to AV ഒരു ട്രാൻസ്ഫോർമേഷൻ, then it's a linear transformation from Rn to Rm ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. Rn നിന്ന് Rm-ലോട്ടുള്ളതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത്. ഇത് Rn ആയിട്ട് വരും, ഇത് Rm ആയിട്ട് വരും. ഇതാക്കാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ടെക്സ്റ്റിലുണ്ട്. മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, consider a linear transformation. Consider a linear transformation T from Rn, ഇത് Rn ആട്ടോ, Rn to Rm defined by T of V is equal to AV. Find the dimension of Rn and Rm for the linear transformation represented by each matrix. അപ്പോൾ ആദ്യത്തെ matrix A is equal to 0 1 minus 1 2 3 0 4 2 1. ഓക്കെ, ഇതാണ് ആദ്യത്തെ മെട്രിക്സ്. അപ്പം ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ എന്ന മെട്രിക്സ് ആണിത്. ദിസ് ഇസ് M/n, അതായത് ഇത് എത്രയാണ് ഓർഡർ 3/3. 3/3 മെട്രിക്സ് ആണ് M/n, 3/3 മെട്രിക്സ്. അപ്പം നമുക്ക് വേണ്ടത് ഡയമെൻഷൻ ഓഫ് Rn ആൻഡ് Rm. അപ്പം ദിസ് ഇസ് T ഫ്രം Rn ടു Rm അല്ലേ. അപ്പം ഇതെന്താ ആക്ച്വലി R3 ടു R3 അല്ലേ, ഇതാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നത് R3യും ഡയമെൻഷൻ ഓഫ് Rm എന്ന് പറയുന്നത് 3യും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഡയമെൻഷൻ മാത്രം നോക്കുക, എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നതെന്ന് അറിയണം. ഇനി രണ്ടാമത്തെ മെട്രിക്സ് A is equal to 2 minus 3 minus 5 0 0 minus 2. സപ്പോസ് ദിസ് ഇസ് A. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? ഇത് 3 rows 2 columns, 3/2. അപ്പോൾ ഇത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അപ്പം M/n ആണിത്, Rn to Rm, അതായത് R2 to R3. അതെങ്ങനെയാണെന്ന് അറിയോ മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ മെട്രിക്സിനെ പോസിബിൾ ആയിട്ടുള്ള ഒരു വെക്ടർ ഏതാ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ V1 V2 എന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ഈ പ്രോഡക്റ്റ് പോസിബിൾ ആവണം. അപ്പോൾ 3/2 ആകുമ്പം 2 എന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതായത് 2 കമ്പോണൻസേ പാടുള്ളൂ. അപ്പം V1 V2. അപ്പം നമ്മൾ ഡൊമൈനിൽ എടുക്കുന്ന വെക്ടർ V1 V2 ദാറ്റ് ബിലോങ് ടു R2. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ നമ്മൾ ഏത് മെട്രിക്സ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? V1 V2 V3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ ഡൊമൈനിൽ 3 കമ്പോണൻസ് ഉള്ള, ഇത് R3 ആയിരിക്കും വരുന്നത്. പ്രോഡക്റ്റും 3/1 ആയിരിക്കും. അപ്പോൾ R3 തന്നെ വരും നമ്മുടെ ഇമേജ്. ഓക്കെ, ഇനി A is equal to എന്താ 1 0 minus 1 2 0 1 0. ഇതാണെങ്കിലോ ഇതിപ്പോൾ ഓർഡർ എത്രയാണ്? 2/4 മെട്രിക്സ് ആണ്. അപ്പം നമ്മൾ എത്ര ഒരു വെക്ടർ സെലക്ട് ചെയ്യണം പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി? V1 V2 V3 V4 സെലക്ട് ചെയ്യണമല്ലോ. സോ R4 ടു നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ, അപ്പോൾ R2 ആയിരിക്കും. മനസ്സിലായോ? അതായത് M/n ഇങ്ങനെ നോക്കാം. അപ്പോൾ Rn ടു Rm, 4 R4 R2. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ആ മെട്രിക്സിന്റെ ഡയമെൻഷൻ നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ടെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ മെട്രിക്സ് നോക്കി. റൊട്ടേഷൻ. അതായത് R2 റൊട്ടേഷനെ നമുക്കൊരു മെട്രിക്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് പറയുന്നത്.
T from a linear transformation T from R2 to R2 to R2. Okay. So ഈ റൊട്ടേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് cos theta sin theta minus sin theta cos theta. So this is the matrix A. Okay. നമുക്ക് ഇത് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം.